വേങ്ങര സ്വദേശിയായ മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലുകളിൽ തലപുകഞ്ഞുള്ള അന്വേഷണത്തിലാണ് കോഴിക്കോട് പോലീസ്. ഒന്ന്, കൂടരഞ്ഞിയിൽ തിരുവമ്പാടി പോലീസ് പരിധിയിലുള്ള കൂടരഞ്ഞിയിൽ 1986 തോട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടത് കൊലപാതകമാണ്. 2, 89 3 വർഷം ഇപ്പുറം കോഴിക്കോട് വെള്ളയിൽ കടപ്പുറത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടത് താനും സുഹൃത്തും ചേർന്ന് നടത്തിയ ക്രൂരകൃത്യമാണെന്ന വെളിപ്പെടുത്തലുകൾ. 2 കേസുകളിലും പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി മരിച്ച ആളുകൾ ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ്. 1980 മുതൽ നടക്കാവ് ഇൻസ്പെക്ടറായിരുന്ന സുഭാഷ് ബാബു സാറാണ് നമ്മോടൊപ്പം. ആ കേസിൽ കുറെ അന്വേഷിച്ചിരുന്നല്ലേ, എത്രത്തോളം അത് മുന്നോട്ട് പോയിരുന്നു? ഈ കേസിൽ ഞാൻ അതിൻ്റെ ആദ്യകാലത്തെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞാനവിടെ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ചെന്നു. അതിൽ എന്താണ് ഓർക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ, ആ കേസ് ഏതാണ്ട് 2 വർഷം അന്വേഷിച്ച് നോക്കിയിട്ടും അതിനകത്ത് മരിച്ച ആളാരാണെന്നും കൊന്ന ആളാരാണെന്നും ഇത് സംബന്ധിച്ച് ഏതെങ്കിലും വിവരം തരാൻ ഒരു സാക്ഷിയോ ഒരു സാഹചര്യവും ഇല്ല എന്ന പശ്ചാത്തലത്തിൽ ഇത് തുടരന്വേഷണം അതേ രീതിയിൽ നടത്തിയിട്ട് പെട്ടെന്നൊന്നും വിവരം കിട്ടില്ല. അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ക്ലോസ് ചെയ്യും. ഫയല് കാണാതെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഈ വ്യക്തിയെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ശേഖരിക്കുന്നതിനോ അദ്ദേഹത്തിൻ്റെ വസ്ത്രമായാലും ശരീരത്തിൻ്റെ അടയാളങ്ങളായാലും ഏതെങ്കിലും കിട്ടണമെങ്കിൽ സാധ്യതയില്ല. പിന്നെ കിട്ടാനുള്ള സാധ്യത ഉള്ളത് കോടതിയിൽ ഇതിൻ്റെ ഇൻക്വസ്റ്റ് ചിലപ്പം നശിപ്പിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് കോടതിയിൽ നിന്ന് ചിലപ്പോൾ ഇതിൻ്റെ ഇൻക്വസ്റ്റും മറ്റ് ഏതെങ്കിലും രേഖകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകം തന്നെയാണെന്ന് തെളിഞ്ഞതാണോ? ആദ്യം ഒരു അജ്ഞാത ശവം അവിടെ നിന്ന് കിട്ടുന്ന രീതിയിലായിരിക്കുമല്ലോ വന്നതിന് ശേഷം ഇത് പോസ്റ്റ്മോർട്ടം നടക്കുന്ന അവസരത്തിൽ പോസ്റ്റ്മോർട്ടത്തിൽ അതാണ് എന്ന് ഏകദേശം സംശയം ഡോക്ടർമാർ പ്രദർശിക്കുന്ന പശ്ചാത്തലത്തിൽ അപ്പോൾ തന്നെ അത് കൊലക്കേസായി മാറ്റിയിട്ടുണ്ട്. കൊലക്കേസായി മാറ്റുന്നതുകൊണ്ടാണല്ലോ സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷിച്ചിരുന്നത്. പിന്നെ ആ ലഭ്യമായ സാഹചര്യത്തിനനുസരിച്ച് പോലീസ് അന്വേഷണത്തിലൂടെ ഇയാളെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. പക്ഷേ ഒരു മേഖലയിൽ നിന്നും ഒരു വ്യക്തികളിൽ നിന്നും ഇയാൾ ഇന്ന ആളാണെന്ന് സംശയം പോലും പ്രകടിപ്പിക്കാത്ത സാഹചര്യത്തിൽ 2 വർഷം കേസ് അന്വേഷിച്ചിട്ടും ഒരു മുന്നോട്ട് പോകാനുള്ളൊരു ഗതി തുറന്നു കിട്ടാത്തത് കൊണ്ട് ആ കേസ് നമ്മൾ അത് ക്ലോസ് ചെയ്തു. അൺഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ രീതിയിൽ, അതായത് തുമ്പിലാക്കാൻ സാധിക്കാത്തതെന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 2 മാസം കൂടുമ്പോൾ ഒരു അന്വേഷണം വേണം, ബൈമന്ത്ലി. അപ്പോൾ അതനുസരിച്ചിട്ട് അന്വേഷണം തുടർന്നു. പിന്നെ കുറേ കാലം ഇത്രയും കഴിയുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ട് അതങ്ങ് വിസ്മൃതിയിൽ പെട്ടുപോകുമല്ലോ. 36 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു കുറ്റസമ്മതമൊഴി കേൾക്കുമ്പോൾ എന്താ തോന്നുന്നു? അല്ല, അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലത്തിൻ്റെ പശ്ചാത്തലത്തിലുണ്ടാവും, അല്ലെങ്കിൽ മാനസിക പ്രശ്നം എന്നുണ്ടെന്ന് അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയെന്നൊക്കെ ഇപ്പോൾ ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു. അതൊക്കെ അതിൻ്റെ പശ്ചാത്തലത്തിലാകാം. കഞ്ചാവ് ബാബു എന്നൊരു കഥാപാത്രം പോലീസിൻ്റെ ലിസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കുറേ ആൾക്കാർ പല പേരിൽ ഇങ്ങനെ പറയാം. അത് കഞ്ചാവ് വെക്കുന്നവനൊക്കെ പല രീതിയിൽ പറയാം. ഒരു ജോസ് ഉണ്ടായിരുന്നു, ദിനേശൻ ഉണ്ടായിരുന്നു, കുറേ പേരുണ്ട്. ബംഗ്ലാദേശ് എന്ന് പറയുന്നൊരു കോളനി ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ആണ് അധികവും ഇതുണ്ടാവുന്നത്. ബീച്ച് പ്രദേശത്താണ് അത് കൂടുതലുണ്ടായിരുന്നത്. അങ്ങനെ ഇതിലൊരു ഭാവം ഉണ്ടാവാം. കൊല്ലപ്പെട്ടത് ആരാണെന്നോ കൊലപാതകി ആരാണെന്നോ മറ്റു സാഹചര്യ തെളിവുകളോ ഒന്നും അനുകൂലമാകാത്തതിനാൽ ഏകദേശം ആ കേസ് ക്ലോസ് ചെയ്യുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ കുറ്റം സമ്മതിച്ച് ഒരാളുണ്ട്. പറഞ്ഞ സമയത്ത് കൂടരഞ്ഞിയിലും വെള്ളയിലും മരണങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷേ മരിച്ചവരാരൊക്കെയാണ് എന്ന് കണ്ടെത്താനുള്ള തലപുകഞ്ഞുള്ള അന്വേഷണമാണ് കോഴിക്കോട് സിറ്റി റൂറൽ പോലീസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റിൻ മാത്യുവിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.